എന്തൊരു കാര്യത്തിനാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ. അപ്പൊ ആളുകൾ പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു സാർ, ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമേ ഞാനത് ചെയ്യുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നതാണ്. എനിക്ക് സഡൻ ആയിട്ട് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അത് തുറന്നു തന്നെ സാറിനോട് പറഞ്ഞു. സാർ, ഞാൻ കംഫർട്ടബിൾ സാരിയിലാണ്. ഞാൻ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് ഓക്കെ എന്ന് സാർ തന്നെ പറഞ്ഞു. രാംഗോപാൽ വർമ്മ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് വിമനൈസർ ആണ്, അതാണ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ നോക്കുന്നത് ഒരു വ്യക്തി എനിക്ക് തരുന്ന റെസ്പെക്ട്, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. അദ്ദേഹം എനിക്ക് തരുന്ന റെസ്പെക്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നത്. എന്നോട് വളരെ ഒഫീഷ്യലായി എന്താ പറയാ, ഈ ഒരു മൊമെന്റ് വരെ അദ്ദേഹം വളരെ ഒഫീഷ്യലായി, അതായത് ചോദിക്കുന്ന ആക്ടിങ് ആദ്യം എന്നോട് ചോദിച്ചത് ആക്ടിങ് ഇഷ്ടമാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കംഫർട്ടാണ് നോക്കി ചോദിച്ചത്. അദ്ദേഹം ഇങ്ങോട്ടേക്കാണ് ചോദിച്ചത്, ആർ യു കംഫർട്ടബിൾ, ഏതിലാണ് എന്നോട് കംഫർട്ടബിൾ ഇങ്ങോട്ടാണ് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് സാർ എന്തിനാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു കംഫർട്ട് നോക്കിയാണ് സാർ ഇതുവരെയും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഘട്ടത്തില് മഞ്ഞ സാരിയായിരുന്നു വൈറലായത്. രണ്ടാമത്തെ ഘട്ടത്തില് രാംഗോപാൽ വർമ്മ ഇത് ഷെയർ ചെയ്തെന്നുള്ളതാണ്. മൂന്നാമത്തെ ചർച്ച എന്ന് പറയുന്നത് രാംഗോപാല വർമ്മയാണ് ഇത് ഷെയർ ചെയ്തെന്നുള്ളതായിരുന്നു ചർച്ച. ഈ മൂന്നാമത്തെ ചർച്ചയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് കൂടുതൽ പേര് നിങ്ങളെ കുറിച്ചുള്ള ആശങ്ക പങ്കുവെക്കുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ പുള്ളിയെ വിമർശിക്കുന്നത്. ആ വിമർശനത്തെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കി കാണുന്നുണ്ട്. ഈ വിമർശകരോട് പറയാനുള്ള മറുപടി എന്താ? അതായത് ഇവിടെ ആർക്കും അറിയാത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിച്ചിട്ടാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് ഫസ്റ്റ് ആ വൈറ്റ് സാരിയിലുള്ള റീല് പോസ്റ്റ് ചെയ്യുന്നിട്ട് എന്നോട് ചോദിച്ചു, ക്യാൻ ഐ പോസ്റ്റ് ദിസ് എന്ന് ചോദിച്ചു. അതിനൊക്കെ എത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് ചോദിക്കുകയാണ് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളത്. ആൻഡ് എന്നോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലത് ഇട്ട എല്ലാ പോസ്റ്റുകളും, ഈ മൊമെന്റ് വരെ ഇട്ട എല്ലാ പോസ്റ്റുകളും, ഓരോ പോസ്റ്റ് ഇടുമ്പോഴും അദ്ദേഹം ചോദിച്ചിട്ടാണ് അത് പോസ്റ്റ് ചെയ്തെന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. അത് തന്നെയാണ് എല്ലാ വിമർശകരോടും പറയാനുള്ളത്. നമ്മളെ കൺസേൺ ചെയ്ത് പറയുന്നവരും ഉണ്ട്. ആൻഡ് സെയിം ടൈം ഈ കമന്റ്സിൽ വന്ന് വളരെ മോശമായിട്ട് പറഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജിൽ വന്ന് നമ്മളോട് നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒന്നാമത്തെ കാര്യം. നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യം എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് എനിക്ക് വരുന്ന കമന്റ്സുകൾ മുഴുവൻ അത് വിത്ത് എലോങ് സ്ത്രീകളാണ് പറയുന്നത്. ഞാൻ എന്റെ ശരീരത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. ഞാൻ ഈ റീൽസ് ചെയ്യുമ്പോഴും ഞാൻ ചെയ്തത് റീസെന്റ് ആയിട്ട് ചെയ്തതിലാണ് മേക്കപ്പോട് കൂടി ചെയ്തത്. ബാക്കിയെല്ലാം വിത്തൗട്ട് മേക്കപ്പ്. ഞാൻ എന്നെ തന്നെ നാച്ചുറൽ ആയി കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതില് നമ്മൾ സ്വന്തം ശരീരത്തിൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ അത് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. അപ്പൊ ആളുകൾ വന്നിട്ട് പറയുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അതാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ.